ऊपर है। हम आपको स्वागत करते हैं इस हालेलुया हमारा बेदेल चर्चों गॉड मिनिस्ट्री में। प्रभु आपको साथ दया करे। आगे का पूरा समय आपको वचन बोलने के लिए है 45-50 मिनट, आप पूरा इस्तेमाल कर सकते। थैंक यू सर। ഫസ്റ്റ് കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ, വളരെ നല്ലവണ്ണം കേൾക്കാം. ഓക്കെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ ഈ സമയം എനിക്ക് ലഭിച്ച നല്ല അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. प्रभु यीशु मसीह की प्रिया द्वारा बुलाया हुआ परमेश्वर के संतानों, प्रभु की बच्चों, प्रभु की प्यारे, आज आपके साथ जुड़कर प्रभु की सेवकाई करने के लिए, प्रभु की वचन बांटने के लिए, प्रभु के साथ संगति करने के लिए मुझे अवसर मिला। मैं इसलिए परमेश्वर को धन्यवाद करता हूँ. റെന്യൂ കൂട്ട് ചർച്ച്, അതുപോലെ പാസ്റ്റർ ഷിബു സാമുവേൽ, നിങ്ങളെ എല്ലാവരെയും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. रेणुकोट कलसिया और उसमें जितने पासवान जुड़े हैं और हर एक जन आज जूम मीटिंग में जुड़े हैं, हर एक व्यक्तियों को हालेलुया प्रभु यीशु मसीह के पवित्र नाम में मैं वंदन देता हूं. വിശേഷാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടുള്ള വളരെ ബഹുമാനത്തിലുള്ള ആദരവും സ്നേഹവും ഞാൻ ഈ പ്രാരംഭ സമയത്തിൽ തന്നെ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. परमेश्वर की पवित्र नाम में मुझे ये अवसर मिला हुआ प्रभु की रेणुकोट की कलसिया का, उनके चलाने वाला हर एक लोगों को मैं धन्यवाद करता हूँ. കേരളത്തിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഏറെ നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ അവിടെ നടക്കുന്ന മീറ്റിംഗിനെ ഓർത്ത് ഞങ്ങൾ ദൈവനാമത്തിൽ അഭിമാനം കൊള്ളുന്നു. केरल में जो है हम लोग आपके ऊपर बड़े आभारी लोग हैं, क्योंकि आप लोगों के द्वारा उत्तर भारत में जो सेवकाइयां प्रभु करा रहा है, हालेलुया, और आपके ऊपर हम लोग बहुत हालेलुया गंभीर रूप से हालेलुया वो करते हैं. हम बहुत बेचैन लोग हैं आपके बारे में. വീണ്ടും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് വേഗത്തിൽ കടക്കുവാൻ ദൈവനാമത്തിൽ താല്പര്യപ്പെടുകയാണ്. प्रभु यीशु मसीह का परमेश्वर का प्यारे बातों को प्यार को लेकर आज की संदेश में मैं प्रवेश करना चाहता हूँ. ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ ചർച്ചിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, നിങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ആലോചനയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യമാണ്. हालेलुया. मैंने कल रात को जब कलीसिया के आपकी कलीसिया के बारे में जब प्रार्थना किया तो परमेश्वर ने मेरे अंदर प्रकाश किया हुआ एक वचन है. हालेलुया. आज जो मैंने आपके बीच में बांटने के लिए प्रभु ने मुझे दिया, उसके लिए मत्ती रचित सुसमाचार 11 अध्याय उसका 28वां वचन मैं पढ़ना चाहता हूँ. ഞാൻ ഈ ഒരു വാക്യം മലയാളത്തിൽ ഞാൻ വായിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. मैं वचन मलयालम में पढ़ना चाहता हूँ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ये सब परिश्रम करने वालों और बोझ से दबे लोगों और मेरे पास आओ, मैं तुम्हें विश्राम दूंगा. അതോടൊപ്പം തന്നെ മറ്റൊരു വാക്യം കൂടെ അതിനോട് ചേർത്ത് ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സങ്കീർത്തനം 55-ന്റെ 22-ാമത്തെ വാക്യം. एक और वचन मैं उसके साथ जोड़कर बजाना चाहता हूँ. 55 हालेलुया भजन संगीता उसका 22. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആമേൻ. अपना बोझ यहोवा पर डाल दे, वह तुझे संभालेगा, वह धर्मी को कभी टलने ना देगा. ആമേൻ. ഈ ദൈവവചനത്തെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾക്കായി അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ये वचन के लिए हम प्रार्थना करें, अपनी आंखें बंद करें. നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവ്, വിലപ്പെട്ട ശ്രേഷ്ഠ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ദൈവത്തിന്റെ വചനമാണല്ലോ
കർത്താവെ സ്തോത്രം കർത്താവെ, ഞങ്ങളുടെ വചനത്തിന്റെ നിലകളിലേക്ക് കർത്താവെ വായി തുറക്കുവാൻ അടിയന്റെ നാവിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ കർത്താവെ, ഞാൻ ഇന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവെ ഹൃദയങ്ങളിൽ വിളയുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് 30, 60, 100 മേനിയായി വിളയുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് അടിയന്റെ മുൻപിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. വിശേഷാൽ കർത്തൃദാസന്മാരെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കൃപയിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവിനെ എനിക്ക് ലഭ്യമാക്കിയിരിക്കുന്ന ആ വേദചിന്തകളെ നിങ്ങളുടെ മുൻപിൽ ഓർപ്പിച്ചുണർത്തുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. प्रभु सबको आशीष दे। परमेश्वर ने मुझे दिया हुआ ये पवित्र वचन के अंदर से जो संदेश है परमेश्वर ने मुझे दिया, मैं आपके सामने बांटना चाहता हूँ. ഞാൻ ഇന്നലെ രാത്രിയില് പ്രാർത്ഥന മുറിയിലായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഭാരം അനുഭവിക്കുന്ന ചിലര് ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ടെന്ന് കർത്താവ് എനിക്ക് ബോധ്യം തന്നു. कल रात को मैं आपकी कलीसिया के लिए मेरी प्रार्थना कमरे में जो बैठकर प्रार्थना कर रहा था, तो परमेश्वर ने मुझे अंदर हालेलुया प्रकाश किया कि कुछ एक लोग जो बड़े बोझ से हालेलुया दबे हुए हैं, बोझ से भरे हुए, वो लोग आज का संदेश को सुन रहा है. നിശ്ചയമായിട്ടും കർത്താവ് വ്യക്തമായ ഇടപെടലുകൾ നിങ്ങളോടുള്ള ബന്ധത്തിൽ നടത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. आपके बारे में और आपकी वजह से परमेश्वर आज रात को वचन के द्वारा बहुत अच्छी तरह से अपनी सामर्थ्य को मेरे बीच में उंडेलेगा, मैं ये विश्वास करता हूँ. ദൈവമക്കളെ, നിങ്ങളുടെ ഏത് ഭാരവും ആയിക്കോട്ടെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ അതിനൊക്കെയും വ്യക്തമായ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ദൈവം നമുക്കുണ്ട്. हमारा कोई भी बोझ हो, हमारे जीवन का कोई भी चिंता हो, अगर आप प्रभु की चरणों में और प्रभु की आप प्रार्थना के द्वारा परमेश्वर की चरणों में उसको रखेगा तो प्रभु उसके लिए हालेलुया पूरा करेगा. ആമേൻ. ഈ അധ്യായത്തിൽ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് ഈ വചനത്തിൽ കാണുന്നത്. ये वचन के अंदर हमने देखा है, बोझ से दबे हुए लोगों मेरे पास आओ, मैं तुम्हें विश्राम दूंगा करके लिखा है. ആമേൻ. ഇത് ഒരു ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉദാസീനതയായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ചില വ്യക്തികളെ എടുത്തുയർത്തിയാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. कुछ लोग जो अलसी लोग हैं उन्हीं के बारे में नहीं है ये वचन के अंदर जो बोला हुआ है, ये इसके अंदर बोला हुआ है हालेलुया जो लोग हैं जो मेहनती है और अपने जीवन में हालेलुया पूरा कार्य को समाप्ति में नहीं ला पा रहे, ऐसा कुछ लोगों के लिए प्रभु यहाँ दिखाया हुआ है. ആരാണോ അധ്വാന ഭാരം കൊണ്ട് വിഷമിക്കുന്നത്, ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒത്തിരി ഭാരം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചുമക്കുന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ചുമടൊഴിച്ചു വെച്ച ഒരു വ്യക്തിയെ പോലെ, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പോലെ നിങ്ങളെ ദൈവമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. प्रभु की आत्मा मुझसे कह रहा है, कुछ एक लोग जो आज जो संदेश सुन रहे हैं उनमें बहुत बड़े बोझ और बहुत बड़े दबाव के साथ हालेलुया आगे परिश्रम बहुत कर रहा आगे बढ़ने के लिए, लेकिन नहीं हो पा रहा. लेकिन प्रभु आपको बोल रहा है कि अगर तुम वो बोझ को मेरे चरणों में रखेगा तो तुमको मैं आसाद करूंगा. आगे दिनों में आप बड़े आसादी को महसूस करने वाला दिन है. ആമേൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ഭാരം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതിനെ ഒരു അല്പസമയം, ഈ വചനം കേൾക്കുന്ന സമയം, അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവവചന കേൾവിക്കായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. परमेश्वर के चरणों में मैं आपको ये बताना चाहता हूँ, आप हालेलुया थोड़ी समय हालेलुया इधर उधर मत आके हालेलुया प्रभु की हालेलुया आत्मा की वचन को सुनने के लिए अपने दिलों को लगाए. मैक्सिमम लोग हालेलुया वीडियो में आने पाए. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. सभी लोग प्रार्थना के साथ बैठे हालेलुया, प्रार्थना के बीच में डिस्टर्ब ना करें.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. ഒരു ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ടെന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. ये जो मत्ती सुसमाचार 11 का 28 पे ये यहाँ यीशु मसीह खुद बोलता है, परिश्रम करने वालों मैं तुम्हें विश्राम दूंगा। इसका मतलब है मानव को विश्राम देने के लिए एक परमेश्वर धरती पर है करके हम इससे समझ में आता है। ആമേൻ. രണ്ടാമത് നമ്മൾ വായിച്ച വാക്യത്തിൽ സങ്കീർത്തനം 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. हालेलुया। हमने जो दूसरी वचन जो पढ़ा है उसमें ये बोला है अपनी बोझ यहोवा पर डाल दे करके हमको प्रभु ने हालेलुया समझा रहा है वचन के द्वारा। മാത്രമല്ല നിന്നെ പുലർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിശ്ചയമായി ദൈവത്തിന്റെ വചനം ഉറപ്പോടെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇന്ന് രാത്രിയിൽ. हालेलुया। प्रभु का वचन हमको ये बता रहा है, भरोसा दे रहा है, मैं तुम्हें संभालूंगा करके। हालेलुया। प्रभु की वचन हमको बता रहा है നീതിമാൻ ഒരു നാളിലും കുലുങ്ങിപ്പോകത്തില്ലെന്ന് ദൈവം അതിനെ സമ്മതിക്കത്തില്ലെന്ന് വേദപുസ്തകത്തിന്റെ ഈ വാക്യതാളുകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. धर्मी को कभी प्रभु टलने नहीं देगा करके प्रभु पवित्र वचन के द्वारा प्रभु हमको बता रहा है। ഞാൻ ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് ഇന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. मैं दो बातों को इस वचन के द्वारा आपके चरणों में आपके सामने लाना चाहता हूं। രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. दो अलग अलग बातों को मैं आपके सामने लाना चाहता हूं। ഒന്നാമത്തേത് എന്റെ അടുക്കൽ വരുവിൻ എന്നതാണ്. पहला है मेरे पास आओ। രണ്ടാമത്തേത് ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. दूसरा है अपना बोझ परमेश्वर पर डाल दो करके बोलने वाला वचन। ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും അല്പമായി ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനാണ് ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ये दोनों वचनों में से थोड़ा सा ध्यान करके मैं प्रार्थना करने के लिए चाहता हूं। ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നു, എന്റെ അടുക്കൽ വരുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ വേറെ എങ്ങോട്ടും ഓടിപ്പോകണ്ട, ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ ദൈവത്തിൽ നിന്ന് ആഹ്വാനം നൽകുകയാണ്. प्रभु हमको चेतावनी दे रहा है, हमको वाणी दे रहा है, अगर तुम बोझ से दबे हो धरती का कष्टों से, परेशानियों से, दुख मुसीबत तुम अगर परेशान हो तो मेरे पास आओ, मैं तुम्हें तसल्ली दूंगा, मैं तुम्हें विश्राम दूंगा करके सर्वशक्तिमान परमेश्वर हमको वाणी दे रहा है। ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ ദൈവം ഒരു നാളും തള്ളിക്കളയത്തില്ല, ദൈവം ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. എത്ര ഭാരത്തോടെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നതെങ്കിലും ഒരു പ്രയാസവും ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ അലട്ടുകയില്ല. വലിയ പ്രത്യാശയിലേക്ക് ദൈവം നടത്തുമെന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. मेरा जीवन का गवाही से मैं आपको बताना चाहता हूं, परमेश्वर के चरणों में जो व्यक्ति आते हैं उनको कभी प्रभु टलने का नहीं, प्रभु उनको हालेलुया कभी भी छोड़ेगा नहीं, ना त्यागेगा। उनकी जीवन की कितने भी बहुत भयंकर बोझ हो जो धरती पर कोई भी व्यक्ति उसको सहन नहीं सकता, ना मदद कर सकता, उस व्यक्तियों को प्रभु हालेलुया करीब लाकर उनको शांति देता है, उनको विश्राम देता है। നമ്മുടെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? അത് ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ ചെല്ലുക എന്നുള്ളതാണ്. परमेश्वर हमारे बात जीवन से एक बात जरूर चाहता है, हम लोग दौड़ के धरती की ये जो गंदगी से दौड़ कर प्रभु की ओर आओ करके प्रभु चाहता है। മനുഷ്യർ പലരും ദൈവത്തിൽ നിന്ന് ഓടി അകലാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ്. ദൈവത്തിൽ നിന്ന് എപ്പോഴും അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യര് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. मानव के बारे में हम देखे हैं, हमेशा वो परमेश्वर चरणों से दूर रहकर हालेलुया अपना जीवन चलाना चाहता है। എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഓടി അകലുന്നത് എന്ന് ചോദിച്ചാൽ അത് അവന്റെ പാപം മൂലമാണ് ദൈവത്തിൽ നിന്ന് അവൻ അകലുന്നത്. हालेलुया। मनुष्य
परमेश्वर से भाग कर क्यों जाते हैं? वो इसलिए जाते हैं कि हालेलुया उनके जीवन में जो पाप है, उनके अंदर जो श्रापित जीवन है, उसी की वजह से। ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നിന്റെ പാപമാകുന്നു നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നത്. परमेश्वर का वचन हमको ये बताता है तुम्हारा पाप है हालेलुया परमेश्वर और तुम्हारे बीच की जो फैसला बनाया हुआ है। എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം ഇപ്രകാരം ഇടപെടുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. परमेश्वर की पवित्र वचन इब्रानियों का पत्र 11:6 में लिखा है, परमेश्वर के पास आने वालों को विश्वास करना चाहिए कि वह है और अपने खोजने वालों को प्रतिफल देता है। ഈ വേദഭാഗത്തിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. हालेलुया परमेश्वर की इस पवित्र वचन से हमको ये प्रभु समझाता कि हालेलुया जो व्यक्ति प्रार्थना के लिए घुटना टेकते वो विश्वास करना चाहिए उनको जांचने वाले को, उनको ढूंढने वाले को हालेलुया प्रतिफल देने वाला एक परमेश्वर है करके, और उनके बीच में उनके लिए प्रकट होने वाला एक प्रभु है करके विश्वास करना पड़ेगा। ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒത്തിരി സന്തോഷത്തോടെയും ഒത്തിരി ആഗ്രഹത്തോടെയുമാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഇവിടെ കാത്തിരിക്കുന്നത്. परमेश्वर की लोग जो वचन सुनने के लिए आज हम बैठे हुए हैं, तकरीबन सभी लोगों का जीवन में ये है कि हालेलुया बड़े आग्रह के साथ, इच्छा के साथ बैठा है, क्योंकि प्रभु मेरे जीवन में अब कुछ चमत्कारी करेगा करके। അപ്പോൾ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ച ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നാമത്തേത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. परमेश्वर के पास जाने वाला अंधविश्वास नहीं करना कि, लेकिन उनको ये हृदय के अंदर बिल्कुल भरोसा के साथ विश्वास करना है एक परमेश्वर है करके। ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? आप में से लोग कोई है जो प्रभु है करके कोई विश्वास करता है? എനിക്കറിയാം, അങ്ങനെ ഒരു വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾ ആരും ഇന്നിവിടെ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. अगर ऐसा एक विश्वास आपके जीवन में नहीं होने से कोई भी यहाँ नहीं बैठता आज। ദൈവം ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. परमेश्वर है करके सभी लोग विश्वास करते हैं. എന്നാൽ പലപ്പോഴും നമ്മൾ രണ്ടാമത്തെ കാര്യം വിശ്വസിക്കുവാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. परमेश्वर की लोग ये विश्वास नहीं कर पाता है, उनको जो व्यक्ति हालेलुया प्रार्थना के करते हैं, उनसे विनती करते हैं, उनके साथ अभयाचना करता है, वो व्यक्ति को परमेश्वर प्रतिफल देता है, उनकी प्रार्थना का उत्तर देता है करके जो विश्वास करना थोड़ा मुश्किल हो जाता है. वो बात सभी लोग नहीं करता. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തമായി നിങ്ങളുടെ മുൻപിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മൾ വിശ്വസിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുക. രണ്ടാമത്തേത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിക്കും അവൻ പ്രതിഫലം നൽകുന്നു നിശ്ചയം എന്നത് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. आज रात को मैं आपको ये बताना चाहता हूँ, आप में से कोई विश्वास ना करे या करे, लेकिन आज से आपको पक्का विश्वास करे. अगर आप प्रभु की चरणों में आ गया तो एक प्रभु है, और दूसरी है अगर आप उनके चरणों में आ गया तो, अगर आप विनती करते हैं तो आपको पक्का वो प्रतिफल देता है करके आप विश्वास कीजिए. ഞാൻ ഈ പറഞ്ഞ കാര്യം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കരങ്ങളെ ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. आप अपने हाथ को हिलाकर परमेश्वर को धन्यवाद करें कि हालेलुया कितने लोग ये विश्वास करता है करके दिखाइए. ആമേൻ. സ്തോത്രം. വളരെ എനിക്ക് സന്തോഷം തോന്നുന്നു നിങ്ങളുടെ മുൻപിൽ വചനം പ്രസംഗിക്കുവാൻ കിട്ടിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിക്കുകയാണ്. हालेलुया बहुत जल्दी एक्शन करने वाले लोगों को हालेलुया मैं धन्यवाद करता हूँ. आपके सामने वचन बोलने के लिए प्रभु ने मौका दिया है. हालेलुया सभी लोग वीडियो में आ जाओ.
पीछे क्या कर रहा? പ്രത്യേകാൽ എനിക്ക് ഉത്തർപ്രദേശുമായിട്ട് എന്റെ ഹൃദയംഗമായി ഒത്തിരി ബന്ധം എനിക്കുണ്ട്. കാരണം ഞാൻ ദേവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഞാൻ അവിടെ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. उत्तर प्रदेश देश से मेरा बड़े जुड़े हैं क्योंकि मैंने कुछ साल उधर मेरा नौकरी किया, प्रोफेशनल नौकरी किया है. അതുകൊണ്ട് തന്നെ ഞാൻ പാസ്റ്റർ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വളരെയധികം ഉത്സാഹത്തോടെയാണ് ഞാൻ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടത്. प्रभु का दास मुझे भजन बोलने के लिए अवसर दे रहा था, मुझे फोन किया था. मेरे अंदर बड़े उत्साह था कि आपके बीच में सेवकाई करने के लिए. ആമേൻ. നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയത്തിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ അടുക്കൽ വരുവിൻ, അതായത് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുക എന്നുള്ള വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ദൈവം ഉണ്ടെന്നുള്ളത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം അവന് പ്രതിഫലം കൊടുക്കുന്നു എന്നതും പൂർണ്ണമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. हालेलुया. आपको दो बातों को स्पष्ट रूप से आपका जीवन में विश्वास कीजिए. आप प्रभु करके प्रभु के सामने जब आता तो है एक प्रभु, दूसरा है आप ये विश्वास कीजिए अगर आप है प्रभु है तो अगर आपकी प्रार्थना जरूर सुनता है और आपकी प्रार्थना का उत्तर वो सच में देगा. ആമേൻ. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്നതാണ് അടുത്ത നമ്മളുടെ ചിന്തനീയമായ വിഷയം. दूसरा चिंता यही है कि आपका बोझ को परमेश्वर पर डाल दे करके है. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ അടുക്കൽ വരുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ഭാരം പലപ്പോഴും ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വെക്കാൻ നമുക്ക് കഴിയുന്നില്ല. हम परमेश्वर के पास आते हैं, प्रार्थना करते हैं, लेकिन अपनी बोझ को हम हल्का नहीं कर पाता. ഇന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളോട് ആലോചന പറയുകയാണ്. വളരെയധികം ഭാരത്തോടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെടുകയാണ്. ഭാരത്തെ നിങ്ങൾ വഹിക്കാനുള്ളതല്ല, അത് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുവാനുള്ളതാണ്. हालेलुया. आज परमेश्वर के लोग जो बोझ से दबे हुए लोग, बोझ लेकर जीवन की अलग अलग समस्याओं को लेकर मेरी साथ प्रभु की वचन सुनने वाले लोग, हालेलुया, आप इसको आप अपनी चिंताओं को अपने दिल दिमाग में मत रखे. आप प्रभु के चरणों में आप मुंह से हालेलुया दोहरा कर प्रभु को बोलकर हालेलुया उससे हल्का हो जाइए. ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കള് നിങ്ങളെ ഹൃദയത്തിൽ ഇന്നൊരു തീരുമാനം എടുത്താട്ടെ. എന്റെ എല്ലാ ഭാരങ്ങളെയും ഞാൻ ഇന്ന് യഹോവയുടെ സന്നിധിയിൽ ഇറക്കി വെക്കാൻ പോവുകയാണ്. हालेलुया. जितने लोग ये वचन सुन रहे हो, हर एक लोग ये एक आदेश प्रतिज्ञा कीजिए, मेरा जीवन का हर एक बोझ को मैं परमेश्वर के सामने डाल दे रहा हूं, वही मेरे सामने सब कुछ करेगा. ഈ ഭാരം നമ്മൾ യഹോവയുടെ സന്നിധിയിൽ ഇറക്കി വെച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടകരമായ ഒരു കാര്യമാണിത്. हालेलुया. अगर आप अपनी बोझ को उतार कर नहीं रखेगा तो प्रभु के सामने ये एक बहुत बड़ा दुख की बात है. ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. एक उदाहरण मैं आपके बीच में बताना चाहता हूँ इसके वास्ते. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കാളവണ്ടി ഉണ്ടായിരുന്നു. കാളവണ്ടി हमारा गांव में पहले बैलगाड़ी होता था. പണ്ട് ഇങ്ങനെ ഒരു കാളവണ്ടിക്കാരൻ ഒരു കാളവണ്ടിയും തെളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴിയെ ഇങ്ങനെ പോവുകയാണ്. हालेलुया. एक बैलगाड़ी चलाते हुए वो जा रहे थे रास्ता पे. അപ്പോൾ ഈ പോകുന്ന വഴിയില് ഒരു അമ്മച്ചി അല്ലെങ്കിൽ ഒരു മാതാവ് വഴിയിൽ ഒരു സൈഡിലൂടെ ഒരു വലിയ കൊട്ടയും അതിനകത്ത് വലിയ ഭാരവും ചുമന്നുകൊണ്ട് അമ്മച്ചി സൈഡിലൂടെ പോവുകയാണ്. हालेलुया. जब वो बैलगाड़ी जा रहा था, एक बुढ़ी माँ टोकरी में कुछ सामान रखते हुए बाजार की तरफ जा रहे थे. അമ്മച്ചിയെ ഈ കാളവണ്ടിക്കാരൻ കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മച്ചിയെടുത്ത് ഈ കാളവണ്ടിക്കാരൻ പറഞ്ഞു, നിങ്ങള് ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ആ ഭാരം അല്ലെങ്കിൽ ആ കൊട്ട ഇറക്കി ഈ വണ്ടിയിലേക്ക് വെക്കുക, എന്നിട്ട് അമ്മച്ചി കയറിയിരിക്കെ ഞാൻ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുവിടാം.
ये बैलगाड़ी भी बाजार की तरफ जा रहा था, तब ये बैलगाड़ी चलाने वाला बुढ़िया माँ से बोला, माताजी अपनी जो टोकरी है, जो बोझ जो भारी है, उसको आप गाड़ी पे रखिए और मेरे साथ गाड़ी पे बैठो, आपको मैं छोड़ दूंगा मार्केट में। വിയർത്ത് കുളിച്ച ഈ അമ്മച്ചി പെട്ടെന്ന് തന്നെ വളരെ സന്തോഷത്തോടെ ഈ വണ്ടിയിലേക്ക് അങ്ങ് കയറിയിരുന്നു. पसीना से बिका हुआ मम्मा क्या करेगा, बैलगाड़ी पे बैठ गया। അങ്ങനെ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഒരല്പം മുൻപോട്ട് കടന്നു പോയപ്പോഴത്തേക്ക് ഈ വണ്ടിക്കാരൻ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഇട വന്നു. ये बैलगाड़ी चलाते हुए ये जो चलाने वाला आगे को जा रहा था, वो उन्होंने थोड़ी देर के बाद पीछे मुड़कर देखा तो അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ മുഖം പെട്ടെന്ന് എന്താണ് വളരെ വേദനയോടെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം ഇങ്ങനാണ്. അമ്മച്ചി വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്, പക്ഷെ അമ്മച്ചിയുടെ തലയിൽ പിന്നെയും ആ കൊട്ട ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കൊട്ട തലയിൽ വെച്ചുകൊണ്ടാണ് അമ്മച്ചി ഇരിക്കുന്നത്. हालेलुया। वहां हम देख रहे हैं कि ये जो मम्मा है, क्या किया, जो टोकरी है जो सिर पर थे वो नीचे नहीं रखा, अपने सिर पर ही रखा हुआ है। എത്ര ദൈവമക്കൾ ഈ അമ്മച്ചിയെ പോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയില്ലത്. हालेलुया। आज मुझे ये नहीं मालूम इसमें से कितने लोग हैं, हालेलुया, इसी मम्मी की तरह सिर पर ठोकरी रखकर बैठा हुआ है। ദൈവമക്കളെ, നമുക്കൊരു സ്വസ്ഥത തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. हमारे जीवन में एक हालेलुया विश्राम देना प्रभु चाहता है। ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ കടന്നു വന്നാൽ തീർച്ചയായും നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കേണ്ട ഉത്തരവാദിത്തം അത് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്നതാണ്. हमारे एक एक लोगों का जीवन का हालेलुया सबसे बड़ा हालेलुया जरूरी चीज है। अगर आप परमेश्वर यीशु मसीह के साथ आप आया है तो आपका जीवन का हर एक आपको उलझने वाला, आपको दबाने वाला बोझ को प्रभु की चरणों में उतार कर रखे। നമ്മുടെ ഭാരതം മുഴുവൻ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. हालेलुया। हमारा भारत का हर एक लोग हालेलुया आप देखे हैं कोविड बीमारी के द्वारा बहुत बड़े बोझ से जा रहा है। ഇതിന്റെ നടുവിൽ ദൈവമക്കൾക്ക് കഷ്ടമില്ലെന്നല്ല, പ്രയാസങ്ങൾ ഇല്ലെന്നല്ല, സങ്കടങ്ങൾ ഇല്ലെന്നല്ല, നമ്മൾ എല്ലാവരും പ്രയാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആശ്രയിക്കുവാൻ ഒരിടമുണ്ട്. हालेलुया। इसके बीच में परमेश्वर की संतान भी बड़े बोझ से दबे हुए हैं, लेकिन हम लोगों को अपनी बोझ को रखने के लिए, हमको हालेलुया आश्रय शरण पाने के लिए एक जगह है। വേറെ ആർക്കും ലഭിക്കാത്ത ഒരു സ്വസ്ഥത ദൈവം നിങ്ങൾക്ക് നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. जो सबको जो नहीं मिल सकता उसी जैसे एक विश्राम अपनी लोगों को देने के लिए प्रभु चाहते हैं। നമ്മൾ ഓരോരുത്തരും പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാർത്തയെ പോലെ പലപ്പോഴും ആകാറുണ്ട്. हालेलुया। हम देखे हैं मार्ता की तरह अलग अलग बातों के द्वारा हम व्याकुल रहते हैं। ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ കാക്കയെ നോക്കുവിൻ. हालेलुया। लूका रचित सुसमाचार उसका 12 अध्याय उसका 24वां वचन में ये लिखा है, कौवा पर ध्यान दो। ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം വയലിലെ പുല്ലിനെ കുറിച്ച് കർത്താവ് ആലോചന പറയുകയാണ്. हालेलुया। लूका रचित सुसमाचार 12 अध्याय उसका 28 पे बोलता है, हालेलुया, मैदान का घास के बारे में प्रभु कह रहा है। എന്നിട്ട് ഒടുവിൽ അതിനോട് ചേർത്ത് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം പോറ്റും. वो प्रभु ये सब बात बोलने के बाद प्रभु अपने लोगों को देखकर बोलता है, हे अल्प विश्वासियों, वह तुम्हें क्यों न पहनाएगा। ആമേൻ. നിങ്ങൾ എത്ര പേര് കാക്കയെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലെ കേരളത്തിൽ ഒത്തിരി കാക്കകളുണ്ട്. हालेलुया। हमारे उत्तर प्रदेश में भी बहुत कौवाएं हैं। ഹല്ലേലൂയ, സ്തോത്രം. വയലിലെ പുല്ലിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. हालेलुया। मैदान का घास के बारे में भी यहाँ लिखा हुआ है।
ഇവ രണ്ടും വയലിലെ പുല്ലായിക്കോട്ടെ കാക്കയായിക്കോട്ടെ, ഇത് രണ്ടും നമ്മളെക്കാൾ എത്രയോ ചെറിയ വസ്തുക്കളാണ്, ചെറിയ വസ്തുതകളാണ്. हालेलुया। हम चाहे मैदान का घास हो या आकाश का कौवा हो, ये दोनों मनुष्यों के विचार जब अंदर करेगा तो कितनी छोटी वस्तुएं हैं ये। ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ പോലെ ഭാരം പിടിക്കുന്നവര്, ദൈവമക്കളെ പോലെ വലിയ സ്ട്രെസ് അനുഭവിക്കുന്നവര് വേറെ ആരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. परमेश्वर की लोगों के जैसा जो हालेलुया परिश्रम में और व्याकुल बनने में रहने वाला ज्यादा लोग नहीं है लगता है. പക്ഷെ ഒരു കാര്യം ദൈവമക്കൾ തിരിച്ചറിയുക, നമ്മുടെ എല്ലാ ഭാരത്തെയും ദൈവം വഹിച്ചതാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. बहुत सारे बार हम भूल जाता है कि परमेश्वर ने, यीशु मसीह ने हमारा हर एक बोझ को हल्का किया है. ഈ നല്ല കർത്താവിനെ പലപ്പോഴും നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം പോറ്റുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. हालेलुया। ये यहाँ इसलिए बोला, प्रभु बोलता है हे अल्पविश्वासियों करके इसलिए कहना पड़ रहा है कि हालेलुया प्रभु का वचन पर हम अच्छी तरह से विश्वास नहीं कर पाते और विश्वास करने के बाद हम भूल जाते हैं. നമ്മുടെ മുൻപിൽ സമയം പരിമിതമായതിനാൽ ഞാൻ വേഗത്തിൽ ഓടിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर का वचन का मैं जल्दी जल्दी जाना चाहता हूँ क्योंकि समय कम है. ഞാൻ ചില വസ്തുതകൾ കൂടെ നിങ്ങളുടെ മുൻപിലേക്ക് ദൈവനാമത്തിൽ ഓർപ്പിച്ച് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. कुछ एक बात और मैं आपके सामने रखना चाहता हूँ. കരയുന്ന കാക്കക്കുഞ്ഞിനെ പോലും കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. हालेलुया। रोने वाला कौवा को भी हालेलुया जानने वाला परमेश्वर है जो हमारा परमेश्वर. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം അതിന്റെ 41-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. आयुब का किताब उसका 38वां वचन 41 पद में लिखा है, കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനെ തീൻ എത്തിച്ചു കൊടുക്കുന്നതാർ. हालेलुया। यहाँ लिखा है, जब कौवे के बच्चे ईश्वर की दुहाई देते हुए निराहार उड़ते फिरते हैं तब उनको आहार कौन देता है. ഇത് ഇയ്യോബിനോട് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ये आयुब से परमेश्वर हालेलुया आकर प्रकट होकर पूछता है. ഇന്ന് രാത്രിയിൽ ഇതേ ചോദ്യം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. आज मेरे द्वारा जो वचन सुनने वाला परमेश्वर की लोगों से मैं ये पूछना चाहता हूँ यही सवाल. കാക്കക്കുഞ്ഞുങ്ങള് ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനെ തീൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. हालेलुया। जो कौवे के बच्चे लोग हैं जब दुहाई देते हैं निराहार उड़ते फिरते वक्त, तब उनको आहार पहुंचाने वाला परमेश्वर जो हमारा परमेश्वर. സങ്കീർത്തനം 147-ന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. हालेलुया। भजन संगीता 147 उसका 9वां वचन में लिखा है, देखो वह पशुओं को और कौवे के बच्चों को जो पुकारते हैं आहार देता है. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണത്തിനായിട്ടോ നിങ്ങളുടെ വസ്ത്രത്തിനായിട്ടോ നിങ്ങളുടെ പാർപ്പിടത്തിനായിട്ടോ ഇനി എന്ത് തന്നെ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതിനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. हालेलुया। आपको मैं आज दिन में बताना चाहता हूँ, आप में से कोई आपका जीवन में या आपका कपड़ा के लिए, आपके आहार के लिए आपको चिंता करने की जरूरत नहीं है. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമ്മുടെ സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട്. आप प्रार्थना करने से पहले आपकी जरूरत क्या है करके आपका प्रभु परमेश्वर उसको जानता है. നമ്മൾ എല്ലാവരും വളരെ വില കുറച്ച് കാണുന്ന ഒരു ജീവിയാണ് കാക്ക എന്ന് പറയുന്നത്. हम लोग साधारण रूप से देखने वाला एक पक्षी है कौवा. നമ്മൾ ആരും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. कौवा के लिए हम ज्यादा प्रभुता नहीं देता है.
അത് എവിടെയെങ്കിലും കിടന്ന് ചത്താലും അതിനെ ആരും മൈൻഡ് ചെയ്യാറില്ല. वो कहीं मर जाते हैं, हम लोग उसको कभी केयर नहीं करता, ध्यान പക്ഷെ नहीं। ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞിനെ പോലും ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. लेकिन परमेश्वर का वचन हमको शिक्षा देता है, रोने वाला कौवा के बच्चे को भी ध्यान देने वाला है परमेश्वर। അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനാൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ എത്ര അധികമായിട്ട് കരുതുന്ന ഒരു ദൈവമുണ്ട്. मैं आपसे ये बताना चाहता हूं, हे परमेश्वर की लोगों, हालेलुया, हम परमेश्वर की रूप से और परमेश्वर की छाया से बनाया हुआ लोग है। हम लोगों को प्रभु कितनी 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 महान तरीके से प्रभु हमारे को संभालता है। നമ്മളിൽ ആരെങ്കിലും മകൻ അപ്പം ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ വിളിക്കുന്നവർക്ക്, തന്റെ മക്കൾക്ക് എത്രയധികം നന്മ നൽകും. हालेलुया, परमेश्वर का वचन हमको बताता है, हालेलुया, आप अपनी बच्चा जब मच्छी बांधा तो सांप पकड़ कर नहीं देता। जब आप, हालेलुया, इतना दोषी लोग होने के बाद भी तुम अपनी बच्चों को अच्छे वस्तु देना चाहता है तो, हालेलुया, देखो तुम्हारा परमेश्वर, हालेलुया, तुम्हारे बारे में कितना ध्यान देता है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ വേദനപ്പെടരുത്, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങൾ പരിതപിച്ചു പോകരുത്, പിറുപിറുപ്പുകാരായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ തീരരുത്. हालेलुया, मुझे सुनने वालों, प्रभु का दासों और दासियों, बच्चे लोगों, मैं आपसे विनती करता हूं, हालेलुया, आप अपनी जीवन की उपज के लिए कभी बोझ में ना दबने पाए, हालेलुया, और अपने मन को कठोरता ना करे, प्रभु से दूर न जाए। ഞാൻ വിരൽ ചൂണ്ടി നിങ്ങളോട് പറയുകയാണ്, ഓരോ വ്യക്തികളോടും ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൂത് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങളെ ദൈവം അധികമായി സ്നേഹിക്കുന്നുണ്ട്. हालेलुया, मैं एक एक व्यक्तियों को उंगली दिखाकर ये संदेश बांटना चाहता हूं, आप एक एक व्यक्तियों से सर्वशक्तिमान परमेश्वर प्रेम करता है। एक एक व्यक्तियों से प्रभु आज बताना चाहता है, मैं तुमसे प्यार करता हूं, मैं तुमसे प्रेम करता हूं, तुम्हारी जरूरतों को मैं तुम्हें पूरा करूंगा, तुम मुझ पर बने रहो। കർത്താവിന്റെ മക്കളെ, നിങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. प्रभु की लोगों, प्रभु आपसे बहुत प्रेम करते हैं। കർത്താവിന്റെ സ്നേഹം ഏറ്റവും വലിയ സ്നേഹമാണ്. परमेश्वर की प्रेम सबसे बड़े प्रेम है। കർത്താവിന്റെ സ്നേഹം ഉന്നതമായ സ്നേഹമാണ്. परमेश्वर का प्रेम धरती का सबसे ऊंचे प्रेम है। കർത്താവിന്റെ സ്നേഹത്തിന് തുല്യം പറയുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു സ്നേഹവുമില്ല. परमेश्वर की प्रेम को बराबर रखने के लिए ये धरती पर कोई भी प्रेम नहीं है। അതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? അരുമനാഥനായ കർത്താവിനെ ക്രൂശിൽ യാഗമാക്കുവാൻ പിതാവ് പ്രസാദിച്ചതാണ് ഏറ്റവും വലിയ ഉദാഹരണം. उसका सबसे बड़ा उदाहरण अपना इकलौता पुत्र यीशु मसीह को मानव कुल के लिए धरती पर पाप वाला शरीर में भेजकर, हालेलुया, हमारे लिए दंड सहर कर काल्वरी क्रूस पर बलिदान देकर अपनी आखिरी बूंद लहू भी ये धरती पर बहाया, वो है सबसे बड़ा उदाहरण। നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ മരിച്ച യാഗത്തെക്കാൾ വലിയ യാഗമില്ല, വലിയ സ്നേഹമില്ല. അത് ഞാൻ വീണ്ടും ഓർപ്പിച്ചുണർത്തുകയാണ്. हालेलुया, हमारे परमेश्वर जो हमसे प्रेम करता है उसका तुल्य में रखने के लिए, उसके बराबर रखने के लिए ये धरती पर कोई भी प्रेम नहीं है। എത്ര പേർക്ക് ആ സ്നേഹത്തിന്റെ ആഴം ഇന്ന് രാത്രികാലം മനസ്സിലാകുന്നുണ്ട്? हालेलुया, मैं आपसे पूछना चाहता हूं, आप में से कितना लोग हैं, हालेलुया, उस प्रेम की गहराई को जान रहे? ഇങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് ആവശ്യമുള്ളത് നൽകാതിരിക്കുമോ? हालेलुया, इस तरीके से अपना जीवन देकर प्रेम किया हुआ परमेश्वर क्या आपके लिए, हालेलुया, जरूरतों को पूरा नहीं करेगा? ആമേൻ. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. पिछले दिनों में मेरे जीवन के द्वारा हुआ एक बात को मैंने आपके सामने रखना चाहता हूं। കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ
मैं 2-3 दिन पहले सुबह में जाग रहा था. ഞാന് എന്റെ വീടിന്റെ മുൻപിലായിട്ട് ഒരു കാഴ്ച ഇപ്രകാരം കാണാൻ ഇടവന്നു. मेरे घर के सामने मैं इस प्रकार देख रहा था. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഉത്സവമായ ഓണം കൊണ്ടാടുകയായിരുന്നു. जो केरल का सबसे बड़ा जो त्योहार था ओणम के समय पर थे. അതിന്റെ ഭാഗമായിട്ട് കുട്ടികള് പട്ടം പറത്താറുണ്ട്. उसके लिए जो बच्चे लोग है पतंग को उठा रहा था. അങ്ങനെ ഏതോ കുഞ്ഞുങ്ങൾ പട്ടം പറത്തിച്ചപ്പോൾ അതിന്റെ നൂല് പാകി ചില മരങ്ങളുടെ ഇടയിലേക്ക് വീണിരുന്നു. बच्चे लोग वो पतंग उठाते वक्त जो पेड़ों का जो शाखाओं के बीच में वो धागा फंस गया. ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ നൂലിൽ കുരുങ്ങി ഒരു കാക്ക വളരെ പ്രയാസപ്പെട്ട് ചിറകടിക്കുന്നത് കാണാനിട വന്നു. उस धागा में फंसे हुए एक कौवा वहां हालेलुया चिल्लाते हुए मैंने देखा. ഞാൻ അത് കണ്ടിട്ട് എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഭാരം അനുഭവിച്ചു. उसको देखकर मेरे को बड़ा दुख आया. ഭയങ്കരമായ ഭാരം അനുഭവിച്ചു. वो मैं बहुत बड़ा दुखित हुआ उसको देखकर. എനിക്ക് എന്റെ കണ്ണിൽ നിന്ന് എനിക്കത് പോകുന്നില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ മനസ്സിൽ അതേ ഒരു കാഴ്ച തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. हालेलुया मैं कहीं भी देख रहा हूं वही बात को मैं ध्यान दे रहा था. ഞാൻ അത് കണ്ട് ചില നിമിഷങ്ങൾക്ക് ശേഷം തന്നെ ഞാൻ അതിനെ രക്ഷിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. जैसे मैंने देखा उसको बचाने की मैंने कोशिश करना शुरू किया. എന്നാൽ അത് കിടന്നത് ഒരു തെങ്ങിന്റെ പൊക്കത്തോളം, വലിയൊരു മരത്തിന്റെ പൊക്കത്തോളം ഉയരത്തിലായിരുന്നു അത് കിടന്നിരുന്നത്. वो कौवा जो फंसे हुए थे एक बहुत बड़ा जो नारियल का पेड़ का ऊंचाई का उतना जगह पे था. അങ്ങനെ അത് അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിനെ രക്ഷിക്കാനായിട്ട് പല വിധത്തിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി പരാജയപ്പെട്ടു. उसको बचाने के लिए मैंने बड़े कोशिश किया लेकिन वो पूरा नहीं हो पाया. പല മണിക്കൂറുകൾ തന്നെ അതിനുവേണ്ടി ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. बहुत 1-2 घंटा मैंने उसके लिए परिश्रम किया लेकिन वो उसको नहीं बचा पाया मैं. അതിനുശേഷം നമുക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് മീറ്റിംഗിന് കയറേണ്ടത് കൊണ്ട് ഞാൻ വേഗത്തിൽ റെഡിയായി ചർച്ചിലേക്ക് വരാൻ ഇടയായി. मेरे को प्रार्थना सभा में शामिल होना था इसलिए मैंने उसको छोड़कर कलसिया की ओर आ गया. എന്നിട്ടും ചർച്ചിൽ വന്നിരുന്നിട്ടും എന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ കണ്ണിൽ നിന്ന് ഈ ഒരു കാഴ്ച മറഞ്ഞു പോകുന്നില്ല. मैं कलसिया में आकर बैठा था फिर भी मेरे मन के आंखों के वो सामने वही कौवा ही चल रहा है. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയതിനു ശേഷം ഞാൻ ഒരു ടോർച്ച് എടുത്തിട്ട് രാത്രി ആയിട്ടുണ്ട്, ഒരു 8:30 മണിയോളം ആയിട്ടുണ്ട്. ഞാനൊരു ടോർച്ച് എടുത്ത് ചെന്ന് ഞാൻ ആ കാക്കയെ നോക്കി. हालेलुया रात को 8:30 बजे प्रार्थना सभा खत्म होने के बाद मैं जहां से जा रहा था घर की ओर जा रहा था तो मैंने वो पेड़ की ओर मैंने जो लाइट लगा कर देखा. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റിന്റെ വെട്ടത്തില് ആ കാക്ക അവിടെ ജീവനോടെ തന്നെ കിടന്ന് ചിറകടിക്കുന്നതായിട്ട് കാണാനിട വന്നു. हालेलुया जब मैं देख रहा तो कौवा मरे नहीं थे. हालेलुया वहीं वो हालेलुया अपना पंखों को हिला रहा था. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ടായി. मेरे अंदर एक ऐसा विचार आया कैसे भी इसको बचा ले. ഞാൻ അങ്ങനെ ടോർച്ച് മേടിച്ച് നിൽക്കുമ്പോൾ എന്റെ 2-3 സുഹൃത്തുക്കൾ കടന്നു വരാൻ ഇട വന്നു. मेरा 2-3 दोस्त लोग उस रास्ते से वहां से जैसे मैंने वहां रुके थे तब उधर से गुजरा. ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ആ രാത്രിയിൽ തന്നെ ഞങ്ങള് വീണ്ടും അതിനെ രക്ഷിക്കുവാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. हालेलुया हम लोग जब मैंने दोस्त को जो बोला तो दोस्त लोगों ने बोला ठीक है कैसे भी इसको बचा लेंगे करके हम लोग कोशिश करने लगा. അങ്ങനെ രാത്രി ഒരു 10:30 കൂടി ഞങ്ങൾക്ക് അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. रात को 10:30 बजे उस कौवा को हम लोग बचा लिया. പക്ഷേ ഇത് വീണത് ഒരു കൈതക്കാട്ടിലാണ്. മുള്ളുകൾ നിറഞ്ഞ ഒരു കൈതയുടെ കാടിനകത്താണ് ഇത് വീണത്. हालेलुया एक कांटा वाला जो झाड़ी के अंदर ये कौवा वहां से जब इसको उठाए तो वहां से वो कांटा वाला झाड़ी के अंदर ही गिर गया.
ഞാന് ഈ മുള്ളൊന്നും നോക്കിയില്ല. മുള്ളിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ ആ മുള്ളുകളെല്ലാം കത്തി വെച്ച് വെട്ടി ഒതുക്കിയിട്ട് ഞാൻ അതിന്റെ അകത്തേക്ക് കയറി ചെന്നു. मैंने वो कांटा जो झाड़ी था उसके अंदर घुस गया. ഞാൻ അതിനെ എന്റെ കൈ കൊണ്ട് രക്ഷിക്കാൻ ഇട വന്നു. मैं अपने हाथों से उसको उठा लिया. അതിനുശേഷം ഞാൻ അതിനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ കയ്യിലും കാലിലും ഒക്കെ ഒത്തിരി മുള്ള് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ അതിനെ രക്ഷിച്ച് കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു, അതിന് ആഹാരമൊക്കെ കൊടുത്തു. मैं रात को ही उस कौवा को लेकर मेरा घर में आया, उसको पानी पिलाया, उसको कुछ खाने के लिए दे दिया. എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ സന്തോഷം വരുവാൻ ഇട വന്നു. मेरे मन के अंदर बहुत खुशी आ गया. അങ്ങനെ 2-3 ദിവസം അതിനെ പരിപാലിച്ചതിന് ശേഷം അതിന് പറക്കാനായപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനെ സ്വതന്ത്രനാക്കി. കഴിഞ്ഞ ദിവസം ഇന്നലെ വിടുവാൻ ഇട വന്നു. 2-3 दिन उसका पालन किया. उसके बाद जब वो उड़ने के वक्त में था, मैंने उसको कल शाम उसको छोड़ दिया. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറയാനായിട്ട് ഇടവന്നത് മറ്റൊന്നും കൊണ്ടല്ല. നോക്കണമേ, നമ്മൾ ഇവിടെ ഒരു കാക്കയുടെ കാര്യമാണ് ചിന്തിച്ചത്. हालेलुया. हम लोग यहाँ जो बात कहा है कि कौवा के बारे में यहाँ बोला, इसलिए मैंने ये कहानी यहाँ बोलने लगा. ചിറകടിച്ച് കരയുന്ന ഒരു കാക്കയുടെ പ്രാർത്ഥന, ഒരു കാക്കയുടെ നിലവിളി കേൾക്കുന്ന സ്വർഗീയ പിതാവാണ് നമ്മുടെ ദൈവം എന്നാണ് ഞാൻ ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. हमारे ये जो परमेश्वर का पवित्र वचन का जो विषय के द्वारा ये मैं बोल रहा था, रोने वाला एक कौवा का बच्चे को भी आहार देने वाला एक परमेश्वर है. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അല്പവിശ്വാസികളായ നമ്മളെ കർത്താവ് എത്ര അധികമായി നടത്താൻ വിശ്വസ്തനാണ്. हालेलुया. अल्प विश्वास रखने वाला हमको परमेश्वर कितनी अच्छी सामर्थ्य से चलाएगा, ये हमको विश्वास करना चाहिए. സങ്കീർത്തനം 55-ന്റെ 22-ാം വാക്യം നമ്മൾ വായിച്ചതുപോലെ തന്നെ ഏലിയാവിനെ പുലർത്തിയൊരു ദൈവത്തെ നമുക്ക് അവിടെ കാണാം. അവൻ നിന്നെ പുലർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ കാക്കയെ പുലർത്തിയ ദൈവം നമ്മൾ ഇന്ന് വരെ ജീവിച്ചത് മുതൽ നമ്മുടെ ജനിച്ച അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ പോറ്റി പുലർത്തിയതിനെ ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. एक कौवा को पालन करने वाला पिताजी अपने मनुष्यों को जब से हमें धरती पर पैदा हुआ आज तक हमको हर एक जीवन की जरूरत पर मदद करके हमको बचा के रखा हुआ परमेश्वर को कितनी स्तुति आराधना हमको करना चाहिए. ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. मैं आत्मा में आपको संदेश देना चाहता हूं, प्रभु आपको पालन पोष करेगा. വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ ചിന്തിച്ച വേഗത്തിൽ ഞാൻ എന്റെ ചിന്തയെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. मैं वजन से थोड़ी सी बोलकर समय पूरा हो गया, इसलिए मैं जल्दी समाप्त करता हूं. ഏലിയാവിനെ പുലർത്തിയ ഒരു ദൈവത്തെ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. एलिया नबी को पाला हुआ एक परमेश्वर के बारे में हम वचन के अंदर से पढ़ सकते हैं. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത്. हम देख सकते हैं पहला राजा 17 अध्याय उसका 3-4 वचन में हम देख सकते हैं. ഞാനതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ उनको परमेश्वर की वाणी मिला, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്ക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. कि यहाँ से चलकर पूर्व और मुख करके करीत नाम नाले में जो यर्दन के सामने है वहां तुम छिप जा. उसी नाले का पानी तू पिया कर. और मैंने कौओं को आज्ञा दी ही कि वे तुझे वहां खिलाएंगे. ഈ ലോകത്തിൽ ഒരു മാന്യതയുമില്ലാത്ത ഒരു ജീവിയെയാണ് തന്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവം ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ये धरती पर कोई भी आदर का योग्य नहीं है. ऐसा एक पक्षी को प्रभु अपनी भक्त अपनी भविष्यवक्ता को पालन पोषण करने के लिए प्रभु ने ढूंढ कर निकाला. യഹോവയുടെ പ്രവാചകനെ പോറ്റി പുലർത്തേണ്ടതിന് ദൈവം ഇവിടെ ഒരു കാക്കയെ പറഞ്ഞേൽപ്പിക്കുകയാണ്.
परमेश्वर का भविष्यवक्ता को पालन करने के लिए कौवा को प्रभु ने हुक्म दिया है। നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ നമ്മെ പോറ്റി പുലർത്തുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അനുഭവങ്ങളിലൂടെ ആയിരിക്കും പലപ്പോഴും ദൈവം നമ്മളെ നടത്തുന്നത്. हालेलुया। परमेश्वर जो हमको पालता है, जो आप बुद्धि से जो लाता उसी रास्ते नहीं, प्रभु की एक अलग रास्ता है, उसी रास्ता से प्रभु आपको पालता है। समय है കാക്കയോട് ദൈവം കൽപ്പിച്ചു, കാക്ക അത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. कौवा को प्रभु ने हुक्म दिया, कौवा बिल्कुल प्रभु की वचन को पालन किया। समय आई। കാക്ക അനുസരിച്ചതുപോലെ ഒരു പക്ഷേ പലപ്പോഴും ദൈവമക്കൾ പോലും ഇത് അനുസരിക്കുന്നില്ലെന്നുള്ളതാണ് വസ്തുത. हालेलुया। कौवा परमेश्वर की हुक्म को पालन किया, लेकिन परमेश्वर की लोग होने के बाद हम लोग इस बात को कभी पालन नहीं करता। കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കുമെന്ന് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. एलिया नबी जो केरीत का किनारे पर वहां छुपने के वजह के कारण उनको कहीं से खाना नहीं मिल रहा था, तब कौवा को प्रभु ने हुक्म दिया तो सुबह और शाम को खाना, रोटी और मीट, मांस ये कौवा पहुंचाता था। ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 68 അധ്യായം 19 വാക്യം. भजन संहिता 68 का 19वां वचन. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. धन्य है वो प्रभु जो प्रतिदिन हमारा बोझ उड़ाता है, वो ही हमारा उद्धार करता ईश्वर है। എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ വീണ്ടും ആലോചന പറയുകയാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് ഒഴിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. हालेलुया। आज मुझे सुनने वाला हर एक लोगों को मैं बताना चाहता हूं, रोजाना हालेलुया आपकी बोझ को उड़ाने वाला एक प्रभु है, ये आप विश्वास कीजिए। ആ വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. നമ്മെ തന്നെ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. उस वफादार परमेश्वर के सामने आप है, उस परमेश्वर आपकी जीवन की हर एक समस्या को हल करेगा। प्रभु सबको आशीष दे। നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വീണ്ടും ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. आपके लिए बंदोबस्त करने वाला एक परमेश्वर है, ये बोलकर मैं ये संदेश बोलकर मैं आज समाप्त करता हूं। ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. सबको आशीष दे। जय मसीह। थैंक यू पास्टर जी, हमारे बीच में आकर अच्छा सुंदर वचन बोला। आप, आपकी परिवार, आपकी कलीसिया के बहुत लोग हमारे साथ जुड़े हैं। सबको प्रभु യേശു മസീഹ് പവിത്ര നാമേ വന്ദനം നേർത്താം. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രേണുക്കോട് ചർച്ചിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി നിങ്ങളുടെ മിനിസ്ട്രിയെ അനുഗ്രഹിക്കട്ടെ. प्रभु का दास के लिए अभी प्रार्थना करेंगे। भगवान दास पास्टर, भगवान दास पास्टर प्रार्थना कीजिए प्रभु का दास के लिए।